നിങ്ങളിപ്പോൾ കണ്ടത് ഏതോ ഒരു ക്യാമറയിൽ പതിഞ്ഞ ഒരു ചിത്രമല്ല, കുറേ നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വപ്നമാണ്. ചിന്തിക്കേണ്ട, ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ നിന്ന് ശകലം ചീന്തിയെടുത്തതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് എൻ്റെ സ്വർഗരാജ്യമാണ്. മച്ചാന്മാരെ, കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളും അങ്ങനെ ഒരു ക്യാമറ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ വാങ്ങുന്നതിൽ എന്തിത്ര സ്വപ്നം കാണാനെന്ന് ചിന്തിക്കുന്നവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാകും. പക്ഷേ കാശുള്ളവന് സ്വപ്നം കാണേണ്ട ആവശ്യമില്ല, നേരെ കടയിൽ പോയി അങ്ങ് മേടിച്ചാൽ മതി. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ. സ്വപ്നങ്ങൾ കാണേണ്ടടുത്ത് അത് കാണുക തന്നെ വേണം. പിന്നീട് അത് നേടുമ്പോഴുള്ള സുഖം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ സാദിഖ് കൊല്ലം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മച്ചാന്മാരെ, നമ്മളൊരു പുതിയ ക്യാമറ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ ചാനൽ അടിമുടി മാറ്റമായിരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ഈ ക്യാമറ മേടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ മേടിച്ചിരിക്കുന്ന ക്യാമറ ഏതാണെന്നും ആ ക്യാമറയുടെ അൺബോക്സിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. മച്ചാന്മാരെ, കുറേ റിസർച്ചുകൾക്കും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ റിവ്യൂ വീഡിയോകളും എല്ലാം കണ്ട് കുറേ അന്വേഷണത്തിനൊടുവിലാണ് നമ്മളൊരു ക്യാമറയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ക്യാമറയിലുമല്ല, ദാണ്ടേ കാനോൺ M50. കേരളത്തിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയായ കാനോണിൻ്റെ M50 എന്ന മിറർലെസ് ക്യാമറയിലേക്കാണ് നമ്മൾ നമ്മുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞാൽ. ചമ്മാരെ, നമ്മൾ ഈ ക്യാമറ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റെഡി പേയ്മെൻറ്റിനല്ല മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ക്യാമറയുടെ ആൾമോസ്റ്റ് ഫുൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 52 സംതിങ് ആണ് ഈ ക്യാമറയുടെ. M50യുടെ മാർക്ക് 1 ആദ്യത്തെ മോഡൽ, മാർക്ക് 2 അല്ല, ആദ്യത്തെ മോഡലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 52,000 രൂപയാണ് ഈ ക്യാമറയുടെ നിലവിലത്തെ വില എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റെഡി പേയ്മെൻറ്റിലൂടെ അല്ല, EMI മെത്തേഡിലൂടെയാണ്. ബജാജിൻ്റെ EMIയിലൂടെയാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റായി ഒരു 20,000 രൂപ നമ്മൾ ആദ്യം അടച്ചു. പിന്നെ ഇനി 8 മാസങ്ങൾ കൊണ്ട് മാസത്തവണകളായി അടച്ചെങ്കിൽ മാത്രമേ ഈ ക്യാമറ പരിപൂർണമായും നമ്മുടെ സ്വന്തമാകത്തുള്ളൂ. അപ്പോൾ ഈ ക്യാമറയുടെ കാര്യം ഞാൻ ഇതുവരെയൊക്കെയായിട്ട് നമ്മളൊരു ക്യാമറ മേടിക്കണമെന്നോ നമുക്കൊരു ക്യാമറ ആവശ്യമാണെന്നോ ഒന്നും ഞാൻ ഇതുവരെയൊക്കെയായിട്ടും നമ്മുടെ ചാനൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടാൽ അത് വേറെ ആരുടെടുത്തും ഞാൻ പറയത്തില്ല. അത് എങ്ങനെയെങ്കിലും നേടിക്കഴിഞ്ഞിട്ടേ എല്ലായിടത്തും ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട്. എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ആ സ്വപ്നം നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും അറിയത്തില്ല. അപ്പോൾ അവരുടെ കുറ്റങ്ങളും കേൾക്കേണ്ട, അവരുടെ ഗുണദോഷങ്ങളും കേൾക്കേണ്ട. ചമാരെ, ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറയാണ്. കാനോണിൻ്റെ M50 എന്ന മോഡലാണ്. കേരളത്തിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞ് മേടിച്ചതാണ്. നമ്മുടെ കാർത്തിക് സൂര്യയും അങ്ങനെ പ്രമുഖ വ്ളോഗേഴ്സ്, പിന്നെ നമ്മളെ ഈ ബുൾജെറ്റൊക്കെ ഇടയ്ക്ക് വെച്ച് എടുത്തായിരുന്നു M50 എന്ന് പറയുന്ന ഈ ക്യാമറ. അതൊക്കെ കണ്ടാണ് ഞാൻ ഈ M50 എന്ന ക്യാമറയിലേക്ക് എത്തിയത്. ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അൺബോക്സ് ചെയ്തു, ഷോപ്പിൽ വെച്ച് മേടിച്ച ഷോപ്പിൽ വെച്ച് അൺബോക്സ് ചെയ്തായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ബാറ്ററി ഒന്നെടുത്ത് കുത്തിയിട്ടായിരുന്നു. പിന്നെ മച്ചാന്മാരെ, നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ പാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാദിഖ് കൊല്ലമല്ല, മറിച്ച് നമ്മുടെ ഈ ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലേക്ക് ആദ്യമായി ഒരു ഫോട്ടോ എടുക്കാനായാലും ഒരു ക്യാമറ എടുത്ത് കയ്യിലേക്ക് തന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഈ ക്യാമറ അൺബോക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അവനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് തോന്നി. ഇപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞ ആ സുഹൃത്തിൻ്റെ അടുത്തേക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവനാണ് സംഭവം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ അറിയാമായിരിക്കും എൻ്റെ ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് GGC എന്നുള്ള വാട്ടർ മാർക്കിലൊക്കെ. അപ്പോൾ മച്ചാന്മാരെ, പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ ഗോവിന്ദ്, GGCയുടെ ഗോവിന്ദ് ഗോപൻ എന്നാണ് പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ. എൻ്റെ സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ നമ്മളുടെ കാനോണിൻ്റെ M50 നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് നേരെ ഗോവിന്ദിൻ്റെ അടുത്തോട്ട് പോകാം. പിന്നെ ഗോവിന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവൻ ഈ ചെറിയ പ്രായത്തിൽ അവൻ മലയാളത്തിലെ 2-3 സീരിയലുകളിൽ ഫോക്കസ് പുള്ളറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ക്യാമറയുമായി പോകാം. അപ്പോൾ മച്ചാന്മാരെ, ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനല്ല. അപ്പോൾ ഇന്ന് ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലേക്ക് ക്യാമറ ആദ്യമായിട്ട് എടുത്തു വന്ന ആശാനാണ് ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിലോട്ട് ആദ്യമായിട്ടൊരു ക്യാമറ ഫോട്ടോ എടുക്കാനായാലും എന്തിനായാലും ഒരു ക്യാമറ ആദ്യമായിട്ട് നമ്മളിലേക്ക് എടുത്തു തന്നത് GGC എന്ന് പറയുന്ന ഗോവിന്ദാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ ഈ ക്യാമറ അൺബോക്സ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മച്ചാന്മാരെ, ഗോവിന്ദാണ് നമ്മളെ ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ക്യാമറ താണ്ട് ഇവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ
എന്താന്ന് വെച്ചാൽ പറഞ്ഞു, നീ പറയുന്നതാണ് എല്ലാവരും കാണാൻ പോകുന്നത്. ഇവൻ പ്രൊഫഷണൽ എന്നൊക്കെയാണ് പറയുന്നത്. ഏതോ സീരിയലിലൊക്കെ വർക്ക് ചെയ്ത്. നീ ഏതൊക്കെ സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പം ലാസ്റ്റ് ചെയ്തത് എന്റെ ഭാര്യ എന്ന് പറയുന്ന സീരിയൽ. എന്റെ സംസാരം കേൾക്കാൻ വെച്ച് പരിഷ്കാരിയാന്നൊക്കെ തോന്നും, പക്ഷേ അതൊക്കെ വെറുതെയാണ്. പക്ഷേ എന്താ ഏതൊക്കെ സീരിയലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എന്താ ഉള്ളത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി, GGC എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇന്നത്തെ ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ കുറ്റം വന്നാലും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല, എല്ലാം നിങ്ങൾ ഇവന്റെ മണ്ടേ കൊണ്ട് ഇട്ടോണം. ഇവന്റെ ഇൻസ്റ്റാഗ്രാം ID അതിനാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഗോവിന്ദിന്റെ അൺബോക്സിങ് നമുക്ക് കാണാം. അവൻ എൻ്റെ അടുക്ക പറഞ്ഞ് അൺബോക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷേ ഇതേണ്ട നോക്കിയത്, നിങ്ങൾ തന്നെ നോക്കിയതാ, 2 സീലും പൊട്ടിച്ചിട്ടാണ് അവൻ വെച്ചേക്കണം. എന്നിട്ടാണ് ഞാൻ പറ്റിച്ചത്. കടക്കാരൻ പൊട്ടിച്ചെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല ആകുമ്പോൾ എന്തോന്ന്. എന്തായാലും നമുക്ക് നോക്കാം. പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ ഐറ്റംസ് ഒക്കെ കാണുന്നു, എന്താണെന്ന് അറിയത്തില്ല, നോക്കട്ടെ എന്തരാന്നൊക്കെ. ഇത് അതിൻ്റെ വാറണ്ടി കാർഡാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അതിൻ്റെ വാറണ്ടി കാർഡാണ്. 1+1 2 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ M50ക്ക്. അപ്പോൾ അതിന് 2 വർഷത്തേക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതതിൻ്റെ യൂസർ മാനുവൽ. സാദിഖ് മച്ചാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അറിഞ്ഞുകൂടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇത് നോക്കണം കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും കാണും. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അതേണ്ടേ ബാറ്ററി ഇടുന്ന എങ്ങനെയാണെന്നും ബാറ്ററി ചാർജ് കുത്തുന്ന എങ്ങനെയാണെന്നും എല്ലാം ഇതിൽ കിടപ്പുണ്ട്. അതാണ്ട് ഇപ്പം അത് ആ ബുക്കൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഇതേ നോക്കെ കുറേ അധികം സാധനങ്ങൾ ഇത് ഇരിപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കണം. ഇത് കണ്ടിട്ട് ലെൻസ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നു, ലെൻസാന്ന് തോന്നുന്നു. ഇത് ചാർജർ, ഇത് ക്യാമറയുടെ ബോഡി, ഇത് അതിൻ്റെ ചാർജറിൻ്റെ വയർ. നമുക്കിനി അടുത്ത ഫസ്റ്റ് ലെൻസിലോട്ട് തന്നെ പോവാം. അതേണ്ട നിങ്ങൾ തന്നെ നോക്കിയതേ, കാനോണിൻ്റെ 1545 എന്ന് പറയുന്ന mm ലെൻസാണ്. ഇത് കാനോൺ സൂം 50-45. ഇതാണ്ട് ബാക്കിൽ കാനോണിൻ്റെ ഒരു 45 എന്ന് പറയുന്ന ലെൻസാണ്. ഇത് കാനോണിൻ്റെ M50യുടെ ബോഡിയാണിത്. ഇതാണ് കാനോണിൻ്റെ M50യുടെ ബോഡി. ഈ റേറ്റ് എന്ന് പറയുന്നത് 52 രൂപയായി സാദിക്ക് മേടിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിരുന്നത്. 52,000 രൂപയുടെ കാനോണിൻ്റെ M50 എന്ന് പറയുന്നത് മിറർലെസ് ബോഡിയാണ്. മിറർലെസ് ബോഡിയാണിത്. 7GD ആ ടൈപ്പ് ഏത് ക്യാമറ ആയി കഴിഞ്ഞാൽ അതൊക്കെ മിററാണ്. ഇതിനകത്ത് മിറർലെസ് ബോഡിയാണ്. നമുക്കിപ്പം എന്തായാലും ക്യാമറയ്ക്ക് ബോഡിയിലോട്ട് തന്നെ ലെൻസ് ഇടാൻ പോവുക. ഫസ്റ്റ് ആദ്യമായിട്ട് ഇടുവാണ്, എന്തിനാ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന അടിയിലാണ്. ഇതുണ്ട് ബാറ്ററി ഇടാനും കാർഡ് ഇടാനും സ്ലോട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇതാണ്ട് ബാറ്ററി ഇതാണ് ഇതിൻ്റെ ബാറ്ററി. കാനോണിൻ്റെ 7.2 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അതോടൊപ്പം തന്നെ ഇതാണ്ട് ചാർജറിൻ്റെ വയർ, ചാർജറൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചാർജറിൻ്റെ വയറൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ല, എന്താണോ എന്തോ. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാനോണിൻ്റെ M50യുടെ കമ്പനി വേണ്ടേ നമുക്ക് ബാൻഡ് വന്നിട്ടുണ്ട്. നമുക്ക് കഴുത്തേ കൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി വലിയ പ്രൊഫഷണൽ ലുക്കൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ബാൻഡൊക്കെ കാനോൺ US എന്ന് പറഞ്ഞ ബാൻഡൊക്കെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന് ക്യാമറയുടെ. നമുക്ക് ഇട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. സാദിക്ക് അവസാനം ഇത് ഇട്ടിട്ട് ഇതിനകത്ത് എടുത്ത വീഡിയോസ് ഒക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചത്തില്ലയോ M50ക്കകത്ത് എങ്ങനെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. അതേണ്ട ഞാൻ ഇത് ഓൺ ചെയ്യാൻ പോവുകയാണേ. വേണ്ട ഇവിടെ ഉണ്ട് സ്വിച്ച്. കാർഡ് ഇട്ടിട്ടില്ല. കാർഡ് ഇതിൽ കിടപ്പുണ്ട്. നമുക്ക് കാർഡ് ഇടണ്ട, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയല്ലേ. നമുക്ക് കാർഡ് ഇടണ്ട. വേണ്ടേ ഞാൻ ഓപ്പൺ ചെയ്ത് അതാണ്ടേ പുഷ് ആൻഡ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പുള്ള ലെൻസസ് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കിടപ്പുണ്ട്. ഇത് ഞെക്കിയിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. വേണ്ടേ 50 ആക്കിയപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഓപ്പൺ ആയി. കണ്ട അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഇതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പോർട്രേറ്റ് വേണോ, അങ്ങനത്തെ ഉള്ള പോർട്രേറ്റ് വേണോ, സാച്ചുറേഷൻ സ്റ്റാൻഡേർഡ് വേണോ, പോർട്രേറ്റ് വേണോ, ലാൻഡ്സ്കേപ്പ് വേണോ, അങ്ങനത്തെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. തൻ്റെ ഇത് വൈറ്റ് ബാലൻസ് ഒക്കെ ഇവിടെ ഓട്ടോ വൈറ്റ് ബാലൻസ്, ഡേ ലൈറ്റ്, ഷെയ്ഡ്, ക്ലൗഡി. ഇപ്പം 4K ഔട്ട്പുട്ട് ഇട്ടപ്പോഴത്തേക്ക് ഈ ക്യാമറയ്ക്കകത്ത് ഈ കിടക്കുന്ന സാധാ കിറ്റ് ലെൻസ് ഇട്ടപ്പോഴുള്ള ക്ലാരിറ്റി തന്നെ നിങ്ങൾ നോക്കുക എത്ര സൂപ്പറാണെന്ന്. എന്തായാലും ഈ റേറ്റിന് മുതലാവും കേട്ടോ ക്യാമറ. സാധിക്കുന്ന വ്ളോഗിങ് പർപ്പസിന് വേണ്ടി എന്തായാലും പറ്റിയ ക്യാമറ തന്നെയത്. പിന്നെ ടച്ച് സ്ക്രീനാണ് ഉള്ളത്. ടച്ച് സ്ക്രീന് ഫോക്കസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒറ്റ വട്ടം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ ഫോക്കസായി ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലറാവും. ഞാൻ ഫുൾ ഓപ്പൺ ആണ് ഇട്ടേക്കണം. ഫുൾ ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. എന്നിട്ടും ഇത് നല്ല രീതിയിൽ ബ്ലർ കിട്ടുന്നുണ്ട്. തൻ്റെ
നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വെറും പൊടി ഒരു ക്യാമറയാണ്. അതായത് എൻ്റെ കൈയുടെ ഇത്രയേ ഉള്ളൂ ഇത്. പിന്നെ ഈ വ്യൂ ഫൈൻഡറിനൊരു ഗുണമുണ്ട്. ഇത് നമ്മളിപ്പോൾ സ്ക്രീനകത്തല്ലേ കാണും. നമ്മളിപ്പോൾ ഐ നമ്മുടെ വ്യൂ ഫൈൻഡറിൻ്റെ കൂടെ വരുമ്പോൾ തന്നെ ഈ സ്ക്രീൻ ഓഫ് ആകാതെ നിങ്ങൾക്ക് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പം വ്യൂ ഫൈൻഡർ എടുത്തിട്ട് നമ്മുടെ IP വന്നു കഴിഞ്ഞാൽ വ്യൂ ഫൈൻഡർ ഓൺ ആവും, ഇത് ഓഫ് ആവും, സ്ക്രീൻ ഓഫ് ആവും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത്. പിന്നെ അത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ എൻ്റെ ക്യാമറ ഓഫ് ചെയ്ത് അവൻ ജയിലിട്ട് ഞാൻ കൊടുക്കുവാണ്, ഇത് കൈമാറുവാണ്. വേണ്ടേ നിങ്ങളുടെ മുമ്പ് നമ്മളെ ക്യാമറ നമ്മൾ മേടിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്യാമറ നമ്മൾ ഇത്ര നേരം കണ്ടെന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു ക്യാമറയിൽ എടുത്ത 700 എടുത്ത വിഷ്വൽസ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്വിച്ചിൽ നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മളെ M50യിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഈ M50 ഉപയോഗിച്ചെടുത്ത ഷോട്ടുകളും കാര്യങ്ങളുമാണ്. പിന്നെ പാവപ്പെട്ടവൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് വീഡിയോയിൽ സംസാരിക്കും, അതുകൊണ്ട് അതിന്റെ ചില പോരായ്മകളൊക്കെ ഉണ്ട്. നല്ല പോരായ്മ, നിങ്ങളതെല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, മീൻസ് ഫ്രീ ആയിട്ട് ക്യാമറ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി. അതിന്റെ ലിങ്ക് കൂടി അടിയിൽ ഇടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മച്ചാമാരെ നമ്മൾ മറ്റേ ക്യാമറ നേരെ M50യിലോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോണിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും വീഡിയോ എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോണിലാണ്. നമ്മൾ ഈ ചാർജ് എടുത്തിട്ടേക്കാണ് ഫോണിൻ്റെ. അപ്പോൾ അതിനകത്തൊന്ന് എടുത്തിട്ട് M50യിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ M50യിൽ എടുക്കുന്ന വിഷ്വൽസ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസിൽ M50യും കാണും. അപ്പോൾ കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ M50യുടെ വിഷ്വലിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ M50യിലെ വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ അൺബോക്സിങ്ങിന് വന്നതെന്ന് പറഞ്ഞാൽ ഗോവിന്ദിൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു പുരയിടത്തിലാണ്. അപ്പോൾ ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് വന്ന പിള്ളേരും പിന്നെ നാദിർഷായും കുറേ ടീംസ് എല്ലാം കൂടെ ഇവിടെ കൂടിയിട്ടുണ്ട്. അബിന് എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്രയും നേരം നമ്മളുടെ അൺബോക്സിങ് സഹിച്ചുകൊണ്ട് ഇവിടെ നിന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 2-3 കൂട്ടുകാരുണ്ട്, അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾ നോക്കിയോ. എനിക്കിത് ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെ അൺബോക്സ് ചെയ്ത ഗോവിന്ദ് ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അറിയാൻ പറ്റത്തുള്ളൂ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. അത് ഞാൻ തരാതിരിക്കുന്നില്ല. പിന്നെ നമ്മളെ ഇതെന്റെ സുഹൃത്താണ് അബിൻ. ഒരു ഹായ് പറയടാ. പിന്നെ ഇവനെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേരാ. ഞാൻ ലിങ്ക് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുറേ നേരം കൊണ്ട് പറഞ്ഞ ആളിയാ എന്നെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാ. ഗോവിന്ദിനെ മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോരെന്ന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഇവൻ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ കുമ്മനടിച്ചതിന്റെ ക്ഷീണത്തൊരിക്കാനും തീർന്നില്ലെന്ന്. ഇങ്ങോട്ടേ ഇത് നാദിർഷ നമ്മളെ എംബറിന്റെ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡോട്ട് ഒരു ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പു നമ്മളെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുകയാണ്. പിന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന പയ്യന്മാരാണ്. അവരെല്ലാവരും ഓടി രക്ഷപ്പെടുന്നു. കഴിയും എല്ലാവർക്കും പേടിയാണ്. ഇവന്റെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുക. അപ്പോൾ മച്ചാമാരെ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മച്ചാമാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ അവരെല്ലാം ഇൻസ്റ്റാഗ്രാമിന്റെ കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് പവർ ആക്കണം. പിന്നെ നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. പിന്നെ നമുക്കൊരു മൈക്കും കൂടെ മേടിക്കാനുണ്ട്. കൂടെ ഉള്ള മൈക്ക് ഉണ്ടല്ലേ, അതും കൂടെ മേടിക്കാനുണ്ട്. അപ്പോഴേ ഒന്ന് പവർ ആകത്തുള്ളൂ. തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഞാൻ സാദിഖ് കൊല്ലം സുലാൻ.